യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ചാനൽ പെട്ടെന്ന് സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ അതിനുവേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ 2 കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിട്ടൻഷനാണ്. അതായത് നമ്മുടെ വീഡിയോ ആളുകൾ എത്ര സമയം വാച്ച് ചെയ്തു എന്നുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഈ റിട്ടൻഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ റിട്ടൻഷനിലേക്ക് വരുന്നതിന് മുന്നേ ആളുകൾ നമ്മുടെ വീഡിയോ കാണണം, അല്ലെങ്കിൽ വീഡിയോയിലേക്ക് വരണം. അപ്പോൾ വീഡിയോയിലേക്ക് വരാൻ പ്രധാനപ്പെട്ട വേണ്ടത് തമ്പനെയിൽസ് ആണ്. അപ്പോൾ 80% യൂട്യൂബേഴ്സിൻ്റെയും തമ്പനെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും എന്നല്ലാതെ നമുക്ക് കൃത്യമായിട്ട് വായിക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ആളുകൾ അട്രാക്ട് ചെയ്യുന്ന ഡിസൈൻസോ അധികം ആരും ചെയ്യാറില്ല, അതിലത്ര ശ്രദ്ധ കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് ബ്രൗസ് ഫീച്ചർ വഴിയൊക്കെ ഒരുപാട് ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുമെങ്കിലും ഈ വീഡിയോ ആളുകൾ കാണണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് തമ്പനെയിൽ വഴിയാണ്. അപ്പോൾ തമ്പനെയിൽ എങ്ങനെയാണ് അട്രാക്റ്റീവായിട്ട് ആക്കുന്നത്, അതിൻ്റെ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ തമ്പനെയിൽ ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ, അതായത് എഴുതുന്ന സമയത്ത് എല്ലാം ഒരേപോലെ ഒരേ സൈസിൽ എഴുതാതെ പ്രധാനപ്പെട്ട വാക്കുകൾ നിങ്ങൾ കുറച്ചുകൂടി ബോൾഡ് ചെയ്തിട്ട് വലുതാക്കി കൊടുക്കുക. എന്നിട്ട് മറ്റ് അക്ഷരങ്ങൾ മറ്റ് വേർഡ്സ് കുറച്ച് ചെറുതാക്കി കൊടുക്കുക. അപ്പം അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈൻ അറിയില്ലെങ്കിൽ പോലും ഈ പറയുന്ന രീതി ചെയ്താൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത് കാണാൻ പറ്റും. ഒന്നിത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ തമ്പനെയിലിന് വേണ്ടിയിട്ട് ഒരു ഇമേജ് നിങ്ങൾ എടുത്തു വെക്കുക. സാധാരണ ബ്ലോഗ് ചെയ്യുന്നവരും മറ്റൊക്കെ ആണെങ്കിലാണ് ഇത് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തമ്പനെയിലിന് വേണ്ടി ഇമേജ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് എടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടി പറഞ്ഞാൽ, തമ്പനെയിൽ സാധാരണ ആളുകൾ ചെയ്യുന്നത് പല കളേഴ്സ് ആണ് ഉപയോഗിക്കുക. അവർക്ക് തന്നെ അറിയില്ല എന്ത് കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. നോർമലി നിങ്ങൾ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ആണ്, അതിപ്പം വീടിൻ്റെ പുറത്തുള്ള സ്ഥലമാണെങ്കിൽ പോലും ചിലപ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കളേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് യെല്ലോ, പിന്നെ വൈറ്റ്, പിന്നെ ലൈറ്റ് കളർ യെല്ലോസ്, അതുപോലെ ഓറഞ്ച് കളറ്, വേണമെങ്കിൽ ഗ്രീൻ. ഇങ്ങനെ കുറച്ച് കളേഴ്സ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ തന്നെ നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് കിട്ടും. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഡാർക്ക് കളറിലാണ് നമ്മളിത് പറഞ്ഞത്. ലൈറ്റ് കളറിലാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഉപയോഗിക്കാം, ബ്ലാക്ക് ഉപയോഗിക്കാം, റെഡ് ഉപയോഗിക്കാം. ഇങ്ങനെ നിങ്ങളുടെ കളർ സെലക്ഷൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യാം. ഇതാണ് തമ്പനെയിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ തമ്പനെയിൽ നമുക്ക് ഫോട്ടോസ് വെക്കാം. ഫോട്ടോസ് വെക്കുന്ന സമയത്ത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് സാധാരണ ആളുകൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോട്ടോ ഇപ്പോൾ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ചസ് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെയായി എന്ന് പറയാന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ ഇതെന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ വെക്കുക. പിന്നെ അയാൾ റിച്ച് ആയതാണ് കാണിക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ വെക്കുക. ഇത് ഈ ഒരു സ്ട്രാറ്റജിയാണ് 2024 പൊതുവേ ആളുകൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഫോട്ടോ വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ആക്ഷൻസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചിട്ട് മറ്റൊരു സൈഡിൽ, മിക്കവാറും ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾ നല്ല രീതിയിൽ നല്ല ബോൾഡായിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തമ്പനെയിലിൻ്റെ ഡിസൈൻസ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് ഇതുപോലെയുള്ള ടിപ്സ് ശ്രദ്ധിക്കണം. പിന്നെ തമ്പനെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഫോട്ടോയിൽ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോൻ്റെ ബോർഡറിലേക്ക് വന്ന് ടച്ച് ചെയ്യാതെ ഒരു പർട്ടിക്കുലർ ഒരു മാർജിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ടെക്സ്റ്റിനെ നിർത്തി വെക്കുക. അതായത് ആ മാർജിൻ്റെ പുറത്തേക്ക് കടക്കരുത്. അതുപോലെ തന്നെ ടെക്സ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ എഴുതുക, അത് കൃത്യമായിട്ടുള്ള ഒരു അലൈൻമെൻറ്റോട് കൂടി എഴുതുക. ഇങ്ങനെ കുറച്ച് വളരെ ചെറിയ നിസ്സാരമായ ടിപ്സ് നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ തമ്പനെയിൽ ഡിസൈൻ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ CTR വരും. CTR വന്നു കഴിഞ്ഞാൽ ചാനലിൽ വ്യൂസ് കൂടും. അത് നിങ്ങളുടെ ടോപ്പിക് പോലെ ഇരിക്കും ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ തമ്പനെയിൽ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. തമ്പനെയിൽ ഡിസൈനിങ്ങായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ പറഞ്ഞുതരാം. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഇതുപോലത്തെ ടിപ്സ് വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തു വെക്കുക. കാരണം ഇനി മുതൽ ഞാൻ യൂട്യൂബ് ടിപ്സ് പോലെയുള്ള കാര്യങ്ങളാണ് വീഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും